EMS ഓർമ്മയായിട്ട് ഇന്ന് 18 വർഷം തികയുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക പൊതുമണ്ഡലത്തെ ഇത്ര സ്വാധീനിച്ച വ്യക്തികൾ ചുരുക്കമാണ്. EMSന്റെ വാക്കും എഴുത്തും എല്ലാം തെളിഞ്ഞ ചിന്തയുടെ അടയാളമായിരുന്നു. EMS ഇല്ലാത്ത കേരളത്തിന്റെ ദൈക്ഷണികതയ്ക്ക് 18 വയസ്സ്. ജാതിമേൽക്കോയ്മയെ സ്വന്തം ജീവിതം കൊണ്ട് തകർത്തെറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് സ്വത്തമായിരുന്നു EMSന്റേത്. തറവാട്ട് മഹിമ വിട്ട് പട്ടിണിപ്പാവങ്ങളുടെ ഇടയിലേക്കിറങ്ങിയത് ഒരു ജനതയ്ക്ക് മുഴുവൻ ദിശാബോധം പകരാൻ. മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനാകുന്നതിന് വേണ്ടി പഠിത്തം ഉപേക്ഷിച്ചതുകൊണ്ട് ഞാൻ ഒട്ടും പശ്ചാത്തലപ്പിക്കുന്നില്ല. സ്കൂൾ പഠനകാലത്ത് തന്നെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ആവേശം ഏറ്റുവാങ്ങി. കോളേജ് പഠനകാലത്ത് ദേശീയ പ്രസ്ഥാനത്തിൽ, പിന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി, ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. എവിടെയും EMS സ്വന്തം വഴിയിലൂടെ ജനങ്ങൾക്കൊപ്പം നടന്നു. ആശയപരമായി അടിത്തറ നിർമ്മിക്കുമ്പോഴും എന്നും വലിയ ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിച്ചു EMS. വാക്കും എഴുത്തുമെല്ലാം തെളിഞ്ഞ ചിന്തയുടെ ഇടം. രാഷ്ട്രീയ ബലതന്ത്രങ്ങൾ രൂപപ്പെടുത്തിയതും കമ്മ്യൂണിസത്തിന്റെ അടിത്തറ ഉറപ്പിച്ചെടുക്കാൻ. ഐക്യമുന്നണിയെ ജയിപ്പിക്കണം എന്നുള്ള നിങ്ങളുടെ ദൃഢനിശ്ചയമാണ് ഇത്ര വലിയ ഒരു മനുഷ്യ മഹാസമുദ്രം ഇവിടെ കൂടിയത് എന്നാണ്. 1998 മാർച്ച് 19 EMS ഇല്ലാത്ത കേരളം ഇരുട്ടി വെളുത്തു. ആ ഓർമ്മ പോലും കരുത്താണ് എന്നും ലോകത്തെ മാറ്റിമറിക്കാൻ. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.